എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം PR മുരളി. എല്ലാവർക്കും വീണ്ടും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഗാനം ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെല്ല് എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീ വയലാർ രാമവർമ്മ എഴുതി, ശ്രീ സലിൽ ചൗധരി സംഗീതം ചെയ്ത്, ശ്രീ ദാസേട്ടനും ശ്രീമതി P. മാധുരി ചേച്ചിയും കൂടി ചേർന്ന് പാടിയ നീലപ്പൊന്മാനേ എൻ്റെ നീലപ്പൊന്മാനേ എന്ന ഗാനമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ കുറച്ച് കാർഡിൻ്റെ എഫക്റ്റൊക്കെ ഉള്ള കുറച്ച് മ്യൂസിക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് താളത്തിലേക്ക് വരുമ്പോൾ അത് 7/8, അതായത് 7 അക്ഷരം ഉള്ള 1 2 3 1 2 3 4 1 2 3 1 2 3 4 മിശ്രജാപ്പ് എന്ന് പറയും ആ താളം. ശ്രുതി F. അപ്പോൾ ഞാൻ അത് ഹരികാംബോജി റൂട്ടിൽ കൂടെ തന്നെയാണ് പോയിരിക്കുന്നത്. അപ്പം 3 പേരിൽ ഷഡ്ജമായിട്ട് വായിക്കാനാണ് ഇത്. കുറച്ച് ഈ പാട്ടിൻ്റെ പോക്കനുസരിച്ച് 3 പേരിൽ ഷഡ്ജാണ് എളുപ്പം. അപ്പം സാരിഗമ ഇവിടെ ശുദ്ധമതി വരും, ഹാഫ്. പാദാനി ഇവിടെ ചെറുത് വരും, പാദാനി ചെറിയനി സാനി ദാപ മാഗരി സാ. ഇത് ഖമാസ് എന്ന് പറയും ഹിന്ദുസ്ഥാനിൽ. ഇതാണ് അതിൻ്റെ റൂട്ട്. ഖമാജ് എന്നും ഖമാസ് എന്നൊക്കെ പറയും. കർണാട്ടിക് ഖമാസ് അല്ല, ഹിന്ദുസ്ഥാനി. ഹരികാംബോജി കർണാട്ടിക്കിൽ വരും. അപ്പോൾ ഇൻട്രൊഡക്ഷൻ കുറച്ച് എഫക്റ്റുകളെല്ലാം കഴിഞ്ഞിട്ട് താളത്തിൽ ഈ ഒരു ടൈമിംഗ് ഇൻസ്ട്രുമെൻ്റ് ഇങ്ങനെ പ സ പ പ സ പ പ സ പ എന്നുള്ളത് ഫ്ലൂട്ടിൽ വരും. ആ പ വയ്യോ മപ സ പ ഷഡ്ജിതാണ്. മപ സ പ. രണ്ട് തവണ കഴിഞ്ഞിട്ട് പഗ പഗരി സമാരി മരിനി മദാദനി നീ സ പ സ പ. അത് വുഡോഫോൺ, സൈലോഫോൺ എന്നൊക്കെ പറഞ്ഞാൽ കാട്ടിൽ നടക്കുന്ന അങ്ങനത്തെ ഒരു ഇതായതുകൊണ്ട് അങ്ങനത്തെ രീതിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വുഡോഫോൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടങ് 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 ടങ്. അപ്പോൾ പഗ പഗരി സ പഗ പഗരി സ മാരി മരിനി മാരി മരിനി മാ മാരി മരിനി മാ ദാദനി ദാദനി നീ വലിയ നീയും വരും. ദാദനി നീ സാ പ സാ പ. അപ്പോൾ പഗ പഗരി സ മാരി മരിനി മാ ദാദനി നീ സാ പ സാ പ. റൂട്ടിൽ വരുമ്പോൾ മാ താഴെ കിട്ടില്ല ഈ 3 പേരില്.
സാപ്പ. അതിൻ്റെ കൂടെ ഓബോ എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻ്റ് വരും. വെസ്റ്റേൺ ഇൻസ്ട്രുമെൻ്റ് ആണത്. ഷേണായിയൊക്കെ പറയും ദ നി നീ സാ. അപ്പം അതിലൂടെ ഓബോ അങ്ങനെ വരും. ഇതാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ. മൊത്തമായിട്ട് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് മറ്റേ ആദ്യം മറ്റേ എന്ന ടൈമിംഗ് ഇൻസ്ട്രുമെൻ്റ് വരും. ഇതാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ. ഇനി പല്ലിലേക്ക് പോകുമ്പോൾ നീലപ്പന്മാനേ സമമഗരി സസാ സമമഗരി സസാ മമ എൻ്റെ മാമഗരി സസാ നീലപ്പന്മാനേ മാമ എൻ്റെ മാമഗരി സസാ. അപ്പോൾ ആദ്യം സമമഗരി സസാ നീലപ്പന്മാനേ മമ മാമഗരി സസാ എൻ്റെ നീലപ്പന്മാനേ. ഫ്ലൂട്ടിൽ വരുമ്പോൾ ഒന്നിട്ട് വായിക്കാം. വെള്ളി വേലു നെയ്ത പുടവ വേണോ വെള്ളി ഗപ വേലു നെയ്ത പദമഗരിസ പദമഗരിസ ഗപ വെള്ളി പദമഗരിസ വേലു നെയ്ത പുടവ വേണോ സരിഗ നീനിത സരിഗ നീനിത നിസ നിസദ എന്ന് ടച്ച് വരും. സരിഗ നിസ നിസദ ഗപ പദമഗരിസ വെള്ളി വെയിലു നെയ്ത പുടവ വേണോ സരിഗ നീത. പുളിയിലക്കര ദസ സഗ പ ദസ നിസ ദസ സഗ പ ദസ നിസ പുളിയിലക്കര പുടവ വേണോ ദമ പഗരിരിസ പുടവ ദമ പഗരിരിസ ദമ പഗരിരിസ പുടവ വേണോ പസത്സ സാ സാ ചോലപ്പന്മാനേ പസ സാ 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 ചോലപ്പന്മാനേ. പുളിയിലക്കര പുടവ വേണോ ചോലപ്പന്മാനേ ദസ സഗ പ ദസ നിസ ദ മ പഗരി സ പ സ സാ സാ സാ. എന്നിട്ട് വായിക്കാം. അപ്പോൾ
വെള്ളി വെയിലു നെയ്ത പുടവ വേണോ, പുള്ളിയില കരത് പുടവ വേണോ, ചോലപ്പന്മാനെ. ചേർത്ത് വായിക്കാം. വെള്ളി വെയിലു നെയ്തു കേട്ടോ. അപ്പോൾ പല്ലവി 2 തവണ ഫുൾ വരും. ഞാൻ 2 പ്രാവശ്യം വായിക്കാം. അവിടെ ഒരു ലിങ്ക് വരും, ഒരു മ്യൂസിക്. ചോലപ്പന്മാന് പപ്പാ പാ ധനി ധനി ദ പാ മകരിസ. ഫ്ലൂട്ടില് 1 2 പപ്പാ പാ ധനി ധനി ചെറിയതാ വരും. ധനി ധനി പാ ചെറിയതാ ചെറിയ നീ ധനി ധനി പാപ്പാ മകരിസ. ആ പീസ് ഈ 3 വിരലിൽ വായിക്കണമെന്നില്ല, 2 വിരലിൽ ഫ്ലൂട്ടിൽ വായിക്കാം. ബിറ്റ് വായിക്കുമ്പോൾ പപ്പാ പാ ധനി ധനി പപ്പാ മകരിസ. 2 വിരലിൽ വായിക്കുമ്പോൾ 1 2 പപ്പാ പാ ധനി 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 ദ പാ മകരിസ. ഇത് സായിട്ട് വരുമ്പോ ധനി ധനി പാ പാ മകരിസ ധനി ധനി ദ സോറി ധനി ധനി ദ പാ മകരിസ. 1 2 പപ്പാ പാ ധനി ധനി ദ പാ മകരിസ. 3 വിരലിൽ വായിക്കുമ്പോൾ 1 2 1 2 അങ്ങനെ ഫ്ലൂട്ടും വരും, അതിൻ്റെ ബിറ്റ്. അതുകൊണ്ട് വീണ്ടും ഇതാണ് പല്ലവി. ഇതിന് ആദ്യം വായിച്ചിട്ട് ആ ലിങ്കും ചോലപ്പന്മാനെ പാ ധനി ധനി ദ പാ മകരിസ നീലപ്പന്മാനെ അങ്ങനെ വരും. ഇതാണ് ഇൻട്രൊഡക്ഷനും പല്ലവിയും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിപൂർണമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. അതുകൂടാതെ ഞാൻ മുരളി സംഗീത അക്കാഡമി എന്ന് പറഞ്ഞിട്ട് ഒരു അക്കാഡമി നടത്തുന്നുണ്ട്. അത് 23 വർഷമായി. അതിൽ ഫ്ലൂട്ട്, പാട്ട്, ഓർഗൻ, ഗിറ്റാറ്, വീണ, വയലിൻ ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും 8 കാലങ്ങൾ പഠിപ്പിച്ച് പ്രൊഫഷണൽ രീതിയിലെത്തിക്കുന്ന ഒരു സ്കൂളാണ് ഞാൻ നടത്തുന്നത്. ഒരു 816-17 കുട്ടികൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ചേരുകയാണെങ്കിൽ 1-2 വർഷത്തെ ട്രെയിനിങ് ചെയ്യുകയാണെങ്കിൽ ഫ്ലൂട്ടും മറ്റുള്ള ഇൻസ്ട്രുമെൻറ്റും വോക്കലും എല്ലാം അസാധ്യമായിട്ട് കൈകാര്യം ചെയ്യാനെല്ലാം സാധിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇതിനോടൊപ്പം അറിയിക്കുകയാണ്. അപ്പോൾ എന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇതെല്ലാവർക്കും ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് മറ്റുള്ള കൂട്ടുകാരിലേക്കും എത്തിക്കണം എന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടും അനുപല്ലവിയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.